വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. ഇന്ന് നമുക്ക് കുറച്ച് കറണ്ട് അഫയേഴ്സ് പഠിക്കാം കേട്ടോ. കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പഠിക്കാം. കറണ്ട് അഫയേഴ്സ് നമ്മൾ സ്റ്റേറ്റ്മെന്റ് രൂപത്തിൽ ചോദിച്ചാൽ ഉത്തരം കിട്ടുന്ന രീതിയിൽ ഡീറ്റെയിൽഡ് ആയിട്ടാണ് കുറച്ച് നാളായിട്ട് പഠിച്ചു വരുന്നത്. നമ്മൾ അങ്ങനെയുള്ള ക്ലാസ്സുകളാണ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പൊ കാണാത്ത കുട്ടികളുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലിങ്ക് ആഡ് ചെയ്യാം. ഓരോ കറണ്ട് അഫയേഴ്സിന്റെ ക്ലാസ്സുകളും കണ്ടു നോക്കൂ കേട്ടോ. ക്ലാസ്സിലേക്ക് കടക്കാം. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ 26ാമത്തെ ഗവർണർ ആരാണ്? ആരാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ 26ാമത്തെ ഗവർണർ? സഞ്ജയ് മൽഹോത്ര. 26th ഗവർണർ ഓഫ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആരാണ്? സഞ്ജയ് മൽഹോത്ര കേട്ടോ. അപ്പോ 25ാമത്തെ ഗവർണർ റിട്ടയർഡ് ആയിട്ടുണ്ടാവും. അദ്ദേഹത്തിന്റെ ഒഴിവിലേക്കായിരിക്കുമല്ലോ വന്നിണ്ടാവുക. അപ്പൊ 25ാമത്തെ ഗവർണർ ആരാന്നും കൂടെ നമ്മൾ പഠിക്കണം. ശക്തികാന്ത ദാസ്. ആരാണ് 25ാമത്തെ ഗവർണർ? ശക്തികാന്ത ദാസ് ആണ്. ഇനി എന്നാ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നിലവിൽ വന്നേ അറിയില്ലേ നിങ്ങൾക്ക് എല്ലാവർക്കും? 1935 RBI നിലവിൽ വന്നത്. ഇന്ത്യയുടെ സെൻട്രൽ ബാങ്ക് എന്നറിയപ്പെടുന്നു. അതുപോലെ തന്നെ ബാങ്കേഴ്സ് ബാങ്ക് എന്നറിയപ്പെടുന്നു. നമ്മുടെ രാജ്യത്തിന് ആവശ്യമായിട്ടുള്ള കറൻസി ഒക്കെ അച്ചടിക്കുന്നത് ആരാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ റിസർവ് ബാങ്ക് ആണ്. വിദേശ നാണ്യ ശേഖരത്തിന്റെ സൂക്ഷിപ്പുകാരനും ആര് തന്നെയാണ്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 2023 JC ഡാനിയൽ അവാർഡ് പ്രഖ്യാപിക്കുകയാണ്. JC ഡാനിയൽ അവാർഡ് 2023 ലഭിച്ചത് ഷാജി എൻ കരുണിനാണ്. ആർക്കാണ്? ഷാജി എൻ കരുൺ. നമ്മുടെ സംസ്ഥാനത്ത് ചലച്ചിത്ര പുരസ്കാരം, അതായത് ഇപ്പോ സമഗ്ര സംഭാവനയ്ക്ക് കൊടുക്കുന്ന ഏറ്റവും ഉയർന്ന പരമോന്നത ബഹുമതിയാണ് ഏതെന്ന് പറയുന്നത്? ഈ JC ഡാനിയൽ പുരസ്കാരം. സംസ്ഥാന സർക്കാരിന്റെ പരമോന്നത ചലച്ചിത്ര പുരസ്കാരമാണിത്. സമഗ്ര സംഭാവനയ്ക്കാണ് കൊടുക്കുക. ആദ്യമായിട്ട് കൊടുത്തു തുടങ്ങിയത് 1992 ആദ്യം നേടിയത് ആരാണ്? TE വാസുദേവനാണ്. ഇനി നമ്മുടെ മലയാള സിനിമയുടെ പിതാവ് എന്നറിയപ്പെടുന്ന JC ഡാനിയലിന്റെ സ്മരണാർത്ഥം JC ഡാനിയൽ എന്ന് പറയുന്ന അവാർഡ് എന്ന് പറയുന്ന പേരിട്ടത് കേട്ടോ. ഇനി അടുത്തത് ലോക ചെസ് ചാമ്പ്യൻഷിപ്പ്. ഞാൻ ഇതിനു മുന്നും ക്ലാസ് ഉണ്ടായിരുന്നപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ കറണ്ട് അഫയേഴ്സിന്റെ ക്ലാസ്സിലെ ലോക ചെസ് ചാമ്പ്യൻ ആയിട്ടുള്ളത് ആരാണ്? നമ്മൾ പറഞ്ഞു ഡി ഗുഗേഷ് എന്ന് പറയുന്ന വ്യക്തിയാണ് അല്ലെ. വ്യക്തി എന്നൊന്നും പറയാൻ പറ്റില്ല, വളരെ ചെറുപ്പമായിട്ടുള്ളൊരു കുട്ടിയാണ് ആര്? ഡി ഗുഗേഷ് എന്ന് പറയുന്നത്. അപ്പൊ ലോക ചെസ് ചാമ്പ്യൻഷിപ്പ് ഏറ്റവും ചെറുപ്പം ചെസ് ചാമ്പ്യൻഷിപ്പ് നേടുന്ന ഏറ്റവും ചെറുപ്പം കുറഞ്ഞ കുട്ടി കൂടിയാണ്. അപ്പൊ ലോക ചെസ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിന് വേദിയായ രാജ്യം ഏതാണെന്നാണ് ഇന്നത്തെ ചോദ്യം. ചോദ്യം ഏതാണ്? സിംഗപ്പൂർ ആണ്. ഫൈനലില് ഡിങ് ലിറൻ എന്ന് പറയുന്ന ചൈനക്കാരനെ തോൽപ്പിച്ചാണ് ഡി ഗുഗേഷ്, അതായത് ദൊമ്മരാജു ഗുഗേഷ് ലോക ചെസ് ചാമ്പ്യൻഷിപ്പ് കിരീടം നേടുന്നത് അല്ലെ. ഇനി അടുത്തത് 11.45 കോടി രൂപയാണ് ലോക ചെസ് ചാമ്പ്യന് ലഭിക്കുന്ന തുക. അത് ഓർക്കുക. 2007 മുതൽ 2012 വരെ വിശ്വനാഥൻ ആനന്ദ് ആയിരുന്നു ലോക ചെസ് ചാമ്പ്യൻ. 2013 മാഗ്നസ് കാൾസൺ ആണ് ആനന്ദിനെ തോൽപ്പിക്കുന്നത്. ഇനി ഏത് മുണ്ടിനീര് എന്ന് പറയുന്ന ഒരു അസുഖമുണ്ട്. ഈ മുണ്ടിനീര് അസുഖത്തിന് കാരണമായത് ഏത് രോഗാണുവാണ് എന്നാണ് ചോദിക്കുന്നത്. മുണ്ടിനീരിന് കാരണമായ രോഗാണുവിനെ ഇപ്പൊ ഇവിടെ ചോദിക്കാനുള്ള ഈ കറണ്ട് അഫയേഴ്സിൽ അതിനൊരു പ്രസക്തി ഉള്ളതിന്റെ കാരണം 69,000-ഓളം കേസുകളാണ് ഇന്ത്യയിൽ ഈ വർഷം മുണ്ടിനീരുമായിട്ട് റിലേറ്റഡ് ആയിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് എന്നാ പറയണത്. അപ്പൊ മുണ്ടിനീരിന് കാരണം വൈറസ് ആണ്. പാരമിക്സോ വൈറസ് എന്ന് പറയുന്ന രോഗാണു ആണ് മുണ്ടിനീരിന് കാരണം. എന്താണ് രോഗാണുവിന്റെ പേര്? പാരമിക്സോ വൈറസ്. അതാണ് അതിന്റെ കാരണം ട്ടോ. ഇനി കവിളിന്റെ നമ്മുടെ പാരമിക്സോ വൈറസ് ആണ് കാരണം എന്ന് പറഞ്ഞു. കവിളിന്റെ സമീപത്തുള്ള പാരോട്ടിക് ഗ്രന്ഥികൾ, പാരോട്ടിക് ഗ്ലാൻഡ് എന്ന ഉമിനീർ ഗ്രന്ഥികളെയാണ് ഏത് ബാധിക്കുന്നത്? ഈ രോഗം ബാധിക്കുന്നത്. മുണ്ടിനീര് എന്ന് പറയുന്ന ഈ രോഗം ബാധിക്കുന്നത്. പക്ഷേ ഇത്രയൊക്കെ ആയിട്ടും കേന്ദ്ര സർക്കാരിന്റെ സാർവത്രിക വാക്സിനേഷൻ പദ്ധതിയിൽ മുണ്ടിനീര് എന്ന് പറയുന്ന അസുഖം ഉൾപ്പെടുത്തിയിട്ടില്ല എന്ന് നമ്മൾ ഓർക്കണം കേട്ടോ. ഇനി കോഴിക്കോട് ഒരു ഭാരതീയ സുഗന്ധവിള ഗവേഷണ സ്ഥാപനം ഉണ്ട് എന്ന് നിങ്ങൾക്കറിയാം അല്ലെ. അതിനെ നമ്മൾ IISR എന്ന് വിശേഷിപ്പിക്കും. അപ്പൊ IISR അല്ലെ. ഈ IISR ഈ അടുത്ത കാലത്ത് കർഷകരുടെ പങ്കാളിത്തത്തോടുകൂടി അടുത്തിടെ കർഷകരുടെ പങ്കാളിത്തത്തോടുകൂടി വികസിപ്പിച്ച പുതിയ ഇനം ഇഞ്ചി വിത്ത് ഏതാണ്? IISR സുരസ. IISR സുരസ. ഇതിനു മുമ്പ് നമ്മൾ കേട്ടിട്ടുണ്ട് സുരുചി, സുപ്രഭ, വരദ, ഹിമഗിരി. ഇതൊക്കെ തന്നെ വളരെ പ്രശസ്തമായിട്ടുള്ള ഇഞ്ചിയുടെ അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങളാണ് എന്ന് കേട്ടിട്ടുണ്ട്. പക്ഷെ IISR ഇപ്പൊ വികസിപ്പിച്ച, കോഴിക്കോടുള്ള IISR ഇപ്പൊ വികസിപ്പിച്ച
പുതിയ വിത്തിനത്തിന്റെ പേര് IISR സുരസ എന്നാണ്. ഓർക്കണം ട്ടാ, ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്. വനിതാ ടെന്നീസ് അസോസിയേഷൻ ഗവേണിംഗ് ബോഡി 2024 മികച്ച വനിതാ ടെന്നീസ് താരമായി ആരെയാണ് തിരഞ്ഞെടുത്തത്? ആര്യാന സബലെങ്കയെ. ആര്യാന സബലെങ്കയെ. ഇവരുടെ പ്രത്യേകത ഈ സീസണിലെ ഓസ്ട്രേലിയൻ ഓപ്പണും US ഓപ്പണും നേടിയത് ആര്യാന സബലെങ്കയാണ്. ആര്യാന സബലെങ്കയാണ് ട്ടോ. ഇനി അടുത്തതാണ് ഗഗൻയാൻ. ഗഗൻയാൻ എല്ലാവർക്കും അറിയുന്നതാണ്. ഗഗൻയാൻ സഞ്ചാരികളെ സുരക്ഷിതമായി തിരിച്ചിറക്കുന്ന വെൽഡക് പരീക്ഷണം ISROയും നാവികസേനയും സംരക്ഷിതമായി നടത്തിയത് എവിടെയാണ്? എവിടെ നടത്തിയേ? വിശാഖപട്ടണം തീരത്താണ്. എവിടെ നടത്തി? വിശാഖപട്ടണം തീരത്താണ് നടത്തിയത്. ബഹിരാകാശ യാത്രികർ ഭൂമിയിലേക്ക് തിരികെ വരുമ്പോൾ ക്രൂ മൊഡ്യൂൾ കടലില് പതിക്കും. അപ്പോ ഇത് കടലിൽ വീണ ഉടനെ സുരക്ഷിതമായി വീണ്ടെടുക്കുന്നതിനുള്ള പരീക്ഷണ പരമ്പരയുടെ ഒരു ഭാഗമാണ് ഈ വിശാഖപട്ടണം തീരത്ത് നടന്നത്. അതിന് കിഴക്കൻ നേവൽ കമാൻഡിന്റെ വെൽഡക് ഷിപ്പാണ് ഉപയോഗിച്ചത്. ആ പരീക്ഷണത്തിന് ഉപയോഗിച്ച ഷിപ്പ് കിഴക്കൻ നേവൽ കമാൻഡിന്റെ വെൽഡക് ഷിപ്പ്. ഏതാണ് ഷിപ്പിന്റെ പേര്? വെൽഡക് ഷിപ്പ് ആണ് കേട്ടോ. ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്, പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻസ് തന്നെ നമുക്ക് പറയാം. ഇനി 2024 ബുക്കർ പുരസ്കാരം നേടിയ ബ്രിട്ടീഷ് എഴുത്തുകാരി ആരാണ്? അതായത് UK-ലും അയർലൻഡിലും പ്രസിദ്ധീകരിക്കുന്ന ഇംഗ്ലീഷ് നോവലിനുള്ള ഉന്നത പുരസ്കാരത്തിന്റെ പേരാണ് ബുക്കർ പുരസ്കാരം അല്ലെ. ആ ബുക്കർ പുരസ്കാരം നേടിയത് 2024 ഒരു ബ്രിട്ടീഷ് എഴുത്തുകാരിയാണ്. അവരുടെ പേര് സാമന്ത ഹാർവി എന്നാണ്. വളരെ ചെറുപ്പമാണ്, 49 വയസ്സുള്ള സാമന്ത ഹാർവി എന്ന് പറയുന്ന ലേഡിയാണ്. ഇത്രയും ചെറുപ്പത്തിലൊക്കെ ബുക്കർ പ്രൈസ് കിട്ടുക കുറവാണ്, അതുകൊണ്ടാണ് പറയുന്നത്. അവരുടെ ഒരു സയൻസ് ഫിക്ഷൻ നോവലാണ്. നോവലിന്റെ പേര് ഓർബിറ്റൽ എന്നാണ്. അപ്പൊ ആ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു പരിചയമുള്ള, ബഹിരാകാശം പേര് നമുക്കൊരു പരിചയമുള്ള പേരാണ് അല്ലെ. അപ്പൊ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള തന്നെ ഒരു ബുക്കാണ്. അതായത് 6 ബഹിരാകാശ സഞ്ചാരികളുടെ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെ ഒരു ദിവസം ചിത്രീകരിക്കുന്ന നോവലാണ് ഈ ഓർബിറ്റൽ എന്ന് പറയുന്ന നോവൽ. ബുക്കർ സമ്മാനം നേടുന്ന രണ്ടാമത്തെ ഏറ്റവും ചെറിയ പുസ്തകം, രണ്ടാമത്തെ 136 പേജ് മാത്രമുള്ള പുസ്തകമാണത് കേട്ടോ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഏതാണെന്ന് ചോദിച്ചാൽ ഹേമ കമ്മിറ്റി. നമ്മളിപ്പോ സ്ഥിരം പേപ്പറിലും TVയിലൊക്കെ കാണുന്നതാണ് ഹേമ കമ്മിറ്റിയെ കുറിച്ച്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ നിയമനിർമ്മാണ ശുപാർശയിൽ കോടതിയെ സഹായിക്കാനായി ഒരു അമിക്കസ് ക്യൂറിയെ നിയോഗിച്ചു. ആരാണ് ആ അമിക്കസ് ക്യൂറി? അഡ്വക്കേറ്റ് മിത സുധീന്ദ്രൻ. അഡ്വക്കേറ്റ് മിത സുധീന്ദ്രനാണ് അമിക്കസ് ക്യൂറി. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2020 തുടർച്ചയായി 2 സെഞ്ചുറി നേടിയ ആദ്യത്തെ ഇന്ത്യക്കാരൻ ആരാണ്? സഞ്ജു സാംസൺ. ആരാണ്? സഞ്ജു സാംസൺ. നെക്സ്റ്റ് വൺ, ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ 2020 പരമ്പരയിലാണ് ഈ നേട്ടം സഞ്ജു സാംസൺ സ്വന്തമാക്കിയത്. അതും കൂടെ ഓർക്കാം. പാർശ്വവൽക്കരിക്കപ്പെട്ട സമുദായങ്ങളിലെ കരകൗശല തൊഴിലാളികളുടെ ഉൽപ്പന്നങ്ങൾക്ക് വിപണി ഉറപ്പിക്കാൻ ആരംഭിച്ച ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിന്റെ പേര് എന്താണ്? എന്താണ് പേര്? ടൂലിപ്പ്. എന്താണ് പേര്? ടൂലിപ്പ്. ഇടനിലക്കാരുടെ ഇടപെടലില്ലാതെ തൊഴിലാളികൾക്ക് നേരിട്ട് ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന നടത്താൻ വേണ്ടിയിട്ടാണ് ഈ ടൂലിപ്പ് പ്ലാറ്റ്ഫോം ആരംഭിച്ചത്. നെക്സ്റ്റ് വൺ, സൗരയൂഥത്തിന് പുറത്ത് ഭൂമിയേക്കാൾ 5 ഇരട്ടി വലുപ്പവും 60 ഇരട്ടി ഭാരവുമായി കണ്ടെത്തിയ ഗ്രഹത്തിന്റെ പേര് എന്താണ്? ഇങ്ങനെ കണ്ടെത്തുന്ന 4ാമത്തെ ഗ്രഹമാണ് അത്. TOI 6651b. TOI 6651b എന്നാണ് ആ ഗ്രഹത്തിന് പേരിട്ടിരിക്കുന്നത്. സൂര്യനിൽ നിന്ന് 690 പ്രകാശവർഷം അകലെ നെപ്റ്റ്യൂണിയൻ മരുഭൂമി എന്ന് വിളിക്കുന്ന പ്രദേശത്തു നിന്നാണ് ഈ പുതിയ ഗ്രഹം കണ്ടെത്തിയത്. ഈ സ്ഥലത്ത് നിന്ന് കണ്ടെത്തുന്ന 4ാമത്തെ ഗ്രഹം കൂടിയാണ് TOI 6651b. അഹമ്മദാബാദിലെ ഫിസിക്കൽ റിസർച്ച് ലാബോറട്ടറിയിലെ ശാസ്ത്രജ്ഞരാണ് TOI
6651b എന്ന് പറയുന്ന ഭൂമിയേക്കാൾ 5 ഇരട്ടി വലിപ്പവും 60 ഇരട്ടി ഭാരവുമുള്ള സൂര്യനിൽ നിന്ന് 690 പ്രകാശവർഷം അകലെ നെപ്റ്റ്യൂണിയൻ മരുഭൂമിയിൽ നിന്ന് ഈ ഗ്രഹം കണ്ടെത്തിയത്. നെക്സ്റ്റ് വൺ, നിയുക്ത US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വൈറ്റ് ഹൗസ് ചീഫ് ഓഫീസ് സ്റ്റാഫായി നിയമിച്ച വനിത ആരാണ്? കാരണം ഈ പദവിയിലെത്തുന്ന ആദ്യ വനിതയാണ് ഇവർ എന്നുള്ളത് കൊണ്ടാണ് ഇങ്ങനൊരു ചോദ്യം ചോദിക്കാൻ കാരണം. ന്യൂസി വിൽസ് എന്നാണ് ആ വനിതയുടെ പേര്. എന്താ പേര്? ന്യൂസി വിൽസ് ട്ടോ. സർക്കാരിനെ കൂടുതൽ കാര്യക്ഷമമാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി രൂപീകരിച്ച ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഗവൺമെന്റ് എഫിഷ്യൻസിയെ നയിക്കാൻ ഈ ഡൊണാൾഡ് ട്രംപ് ടെസ്ല ഉടമ ഇലോൺ മാസ്കിനെയും കേരളത്തിൽ വേരുള്ള സംരംഭകനായ വിവേക് രാമസ്വാമിയെയും തെരഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പൊ ആരൊക്കെയാണ്? ഇലോൺ മാസ്കിനെയും അതുപോലെ തന്നെ വിവേക് രാമസ്വാമിയെയും എന്തിനെ? ഡോജിനെ നയിക്കാനായിട്ട് തെരഞ്ഞെടുത്തിട്ടുണ്ട്. എന്താ ഡോജ്? ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഗവൺമെന്റ് എഫിഷ്യൻസി. അതിനെ നയിക്കാൻ രണ്ടുപേരെ തെരഞ്ഞെടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് വൺ, ലോകത്തിലെ തന്നെ ആദ്യത്തെ ആർട്ടിസ്റ്റ് റോബോട്ട് ലോകത്തെ ആദ്യത്തെ ആർട്ടിസ്റ്റ് റോബോട്ട് വരച്ച ചിത്രം 13 കോടി ഡോളറിന് അടുത്തിടെ ലേലത്തിൽ വിറ്റുപോയി. ഏതാണ് ആർട്ടിസ്റ്റ്? ആർട്ടിസ്റ്റിന്റെ പേരാണ് എയ്ഡ. AIDA, എയ്ഡ. ഇംഗ്ലീഷ് ഗണിത ശാസ്ത്രജ്ഞയും എഴുത്തുകാരിയുമായ എയ്ഡ ലവ്ലേസിന്റെ സ്മരണാർത്ഥമാണ് ഈ എയിൽ പ്രവർത്തിക്കുന്ന റോബോട്ടിന് എയ്ഡ എന്ന് പേരിടാനുള്ള കാരണം. എയ്ഡ് വരച്ച ഇംഗ്ലീഷ് ഗണിത ശാസ്ത്രജ്ഞൻ അലൻ ട്യൂറിന്റെ ഛായാചിത്രത്തിന് AI ഗോഡ് എന്നാണ് പേര് നൽകിയിരിക്കുന്നത്. AI ഗോഡ് എന്നാണ് പേര് നൽകിയിരിക്കുന്നത്. ഒരു ഹ്യൂമനോയിഡ് റോബോട്ട് വരച്ച ആദ്യ ചിത്രം കൂടിയാണ് ഏത്? AI ഗോഡ് എന്ന് വിളിക്കുന്നത് കേട്ടോ. നെക്സ്റ്റ് വൺ, അന്താരാഷ്ട്ര ഹോക്കി ഫെഡറേഷൻ നൽകുന്ന ഈ വർഷത്തെ മികച്ച ഗോൾ കീപ്പർക്കുള്ള പുരസ്കാരം നേടിയത് ഒരു മലയാളിയാണ്. ആരാണ് ആ മലയാളി? PR ശ്രീജേഷ് ആണ്. മികച്ച കളിക്കാരനുള്ള പുരസ്കാരം ഇന്ത്യൻ ക്യാപ്റ്റൻ ഹർമൻ പ്രീത് സിംഗും നേടുകയുണ്ടായി. 3-ാം തവണയാണ് ഇരുവരും ഈ പുരസ്കാരം നേടുന്നത്. കാലാവസ്ഥാ വ്യതിയാനത്താൽ നരകയാതന അനുഭവിക്കുന്ന ഭൂമിയെ സംരക്ഷിക്കാനുള്ള ശ്രമങ്ങൾക്ക് മുൻകൈ എടുത്തുകൊണ്ട് 29-ാം UN കാലാവസ്ഥാ ഉച്ചകോടി അഥവാ COP29 നടന്നത് എവിടെയാണ്? അസർബൈജാനിലെ ബാക്കു എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പൊ UN കാലാവസ്ഥാ ഉച്ചകോടിയിലെ അതായത് COP29 വേദിയാണ് അസർബൈജാനിലെ ബാക്കു. ഇനി എന്തായിരുന്നു അസർബൈജാനിലെ ബാക്കുവിൽ നടന്ന ഈ കാലാവസ്ഥാ ഉച്ചകോടിയുടെ പ്രധാന അജണ്ട? ദരിദ്ര രാജ്യങ്ങൾക്കുള്ള കാലാവസ്ഥാ ധനസഹായത്തിൽ പുതിയ തീർപ്പ് കൽപ്പിക്കുക എന്നതായിരുന്നു ഉച്ചകോടിയുടെ അജണ്ട. ഇതനുസരിച്ച് കാലാവസ്ഥാ ദുരന്തങ്ങൾക്കെതിരെ പൊരുതാനായി 2035-നകം ഓരോ വർഷവും സമ്പന്ന രാജ്യങ്ങൾ ദരിദ്ര രാജ്യങ്ങൾക്ക് 25,000 കോടി ഡോളർ ധനസഹായം നൽകണമെന്ന് ഉച്ചകോടി ആവശ്യപ്പെട്ടു. അപ്പോ COP29 ദരിദ്ര രാജ്യങ്ങൾക്ക് സമ്പന്ന രാജ്യങ്ങൾ എത്ര കോടി ഡോളർ ധനസഹായം നൽകണമെന്നാണ് ആവശ്യപ്പെട്ടത്? 25,000 കോടി ഡോളർ. ഓർക്കണം കേട്ടോ. അടുത്തത്, ജല ദൗർലഭ്യത്തെ തുടർന്ന് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച തെക്കേ അമേരിക്കൻ രാജ്യം ഏതാണ്? ഇക്വഡോർ ആണ്. ഏതാണ്? ഇക്വഡോർ. സത്യജിത് റായ് ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരം ലഭിച്ച ഓസ്ട്രേലിയൻ സംവിധായകന്റെ പേര് എന്താണ്? ഫിലിപ്പ് നോയിഡ് ആണ്. ആരാണ്? ഫിലിപ്പ് നോയിഡ് കേട്ടോ. സത്യജിത് റായ് ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരം ലഭിച്ച ഓസ്ട്രേലിയൻ സംവിധായകനാണ് ഫിലിപ്പ് നോയിഡ്. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ കറണ്ട് അഫയേഴ്സ്. കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഡീറ്റെയിൽഡ് ആയിട്ട് ആവശ്യമുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് ഭംഗിയായിട്ട് വായിച്ച് കേട്ട് നിങ്ങൾ പഠിക്കുക എന്നുള്ളതാണ് കേട്ടോ. അപ്പൊ ക്ലാസ് ഇഷ്ടപ്പെട്ടു എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക,
അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ട് ചാനൽ കാണുന്ന കുട്ടികളാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാൻ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയും ചെയ്യും. അപ്പൊ അടുത്ത ദിവസം വളരെ നല്ലൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം കേട്ടോ.